അങ്ങനെ ഇരിക്കെ രാഹുൽ ഈശ്വർ തേർഡ് ഇയർ BA പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, പരീക്ഷയൊക്കെ ആകുന്നതിനൊക്കെ മുമ്പ്, തേർഡ് ഇയർ ബിഗിനിങ്ങിൽ എന്നോട് പറയുന്നു, ടീച്ചറെ ഞാൻ കുറച്ച് ദിവസം ക്ലാസ്സിൽ കാണില്ല കേട്ടോ. എന്താടോ കുറച്ച് ദിവസം ക്ലാസ്സിൽ കാണില്ലാത്ത? അതെ, എനിക്ക് ബോംബെ വരെ ഒന്ന് പോകണം. ബോംബെ വരെ പോവുകയോ? അതിനെന്താ കുറേ ദിവസം വേണ്ടി വരുന്നത്? ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല, എനിക്ക് ആചാര്യ ഓഷോ രജനീഷിൻ്റെ ആശ്രമത്തിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ആ കാലത്തൊക്കെ അവിടെ ഫ്രീ സെക്സ് ആണെന്നും അങ്ങനെ പലതരത്തിലുള്ള കിംവദന്തികളും, അതൊക്കെ എങ്ങനെ എന്തുമാത്രം വസ്തുനിഷ്ഠമാണ് എന്നൊന്നും അറിയില്ല, എങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ വിദേശികളും സ്വദേശികളുമായ ധാരാളം പേര് ആ ആശ്രമത്തിൽ വരുന്നുവെന്നും അവിടെ ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട് എന്നും ഒക്കെ കേട്ടിട്ടുള്ള സാഹചര്യത്തിലാണ്. അപ്പോൾ അതൊരു അപകടകരമായ മേഖലയാണല്ലോ രാഹുൽ, നീ എന്തിനാണ് ഇപ്പോൾ അവിടെ പോകുന്നത് കുട്ടി എന്ന് ചോദിച്ചപ്പോൾ, ടീച്ചറെ അപകടകരമായ മേഖലയായതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ ഒന്ന് പോകണമെന്ന് തോന്നുന്നത്. എനിക്ക് ശക്തമായ രീതിയിൽ അതിനെ എതിരിടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ട് അത് നമ്മൾ കേൾക്കുന്നത് ശരിയാണോ എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നേരിട്ട് പോയി. അതല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയിരിക്കുന്നത് കണ്ടോ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് പോയി കാര്യങ്ങൾ ഗ്രഹിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അവിടെ പോകുന്നത്. വീട്ടിലൊക്കെ ഞാൻ പെർമിഷൻ മേടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു.